സോയപ്പണിന് കൂടുതൽ ചൂടായപ്പോൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയാണ്. കല്ലും എല്ലാം തിരഞ്ഞായിരിക്കും നടക്കുന്നത്. എൻ്റെ സോയക്കുട്ടീനെ റോട്ട് വെറും പാവമാണെന്ന് വിചാരിച്ചാണ് നമ്മൾ നല്ല നമുക്ക് ആദ്യം ഒരു റോട്ടുണ്ടായിരുന്നു ജിമ്മുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ പാവമായിരുന്നു. എന്ന് വെച്ചാൽ പാവമെന്ന് പറഞ്ഞാൽ നമ്മളടുത്തെല്ലാം നല്ല ഇണക്കവും ഞാനാണ് അവനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. അപ്പോൾ അന്ന് പപ്പ ജോലിയായിട്ടൊക്കെ പുറത്തായിരുന്നപ്പോൾ എന്നെയും കൊച്ചിനെ പൊന്നുപോലെ നോക്കിയിരുന്നത് എൻ്റെ ജിമ്മുക്കുട്ടനും പിന്നെ എനിക്കൊരു ഡോബർമാൻ ഉണ്ടായിരുന്നു ജാക്കു. അവർ രണ്ടുപേരും കൂടിയായിരുന്നു നമ്മളൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ. നൈറ്റ് വരെ നമുക്ക് വേണമെങ്കിൽ സിറ്റൗട്ടിലാണെങ്കിൽ കിടന്നുറങ്ങാം, അത്ര ധൈര്യമായിരുന്നു എൻ്റെ രണ്ട് കുട്ടികൾ. അവർ ജിമ്മു എന്ന് പറഞ്ഞാൽ റോട്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വെളിയിലുള്ള ആരെയും നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് വരാൻ സമ്മതിക്കില്ല. ഗേറ്റിൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ ഗേറ്റൊക്കെ അടിച്ച് പൊളിക്കാൻ നിൽക്കും. അത് പേടിച്ചിട്ട് ആരും ഗേറ്റിന് വീട്ടിലൊന്നും വരില്ല. പിന്നെ നമ്മളടുത്ത് നല്ല സ്നേഹവും നല്ല കെയറിങ്ങും എല്ലാം ആയിരുന്നു. എനിക്ക് തന്നെ അവനെ എല്ലാം ചെയ്യായിരുന്നു. അപ്പം അവൻ നമ്മുടെ കൂടെ ഒരു 6 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 6 വർഷം എന്ന് പറഞ്ഞാൽ അവന് ഒരേ ഒരു ഇതെന്ന് വെച്ചാൽ ഫുഡ് അവൻ എടുത്ത് കഴിക്കില്ല. കുട്ടിയിലെ മുതലേ ഫുഡ് ഞാൻ വാരിക്കൊടുത്ത് അവൻ അതങ്ങ് ശീലമായി. അപ്പോൾ എപ്പോഴും ഏത് സമയവും ഞാൻ വാരി കൊടുത്താലേ അവൻ കഴിക്കുകയുള്ളൂ. ഞാൻ വാരി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എത്ര ഞാൻ വാരി കൊടുക്കണോ അത്ര അവൻ കഴിച്ചിരിക്കുകയും ചെയ്യും. അന്ന് ഞാനും വിചാരിച്ചു എൻ്റെ കൊച്ച് നന്നായിട്ട് നല്ല ഗുണ്ടുമണി കണക്കാവട്ടെ, തിന്ന് നല്ല ആരോഗ്യമാവട്ടെ എന്ന് കൊണ്ട് ഞാൻ വായിൽ വെച്ച് കൊടുക്കും. ഇവൻ വായ തുറന്നു തരും. ഞാൻ വായിൽ വെച്ച് ഫുഡ് തിന്ന് ഓവർലോഡ് വെയിറ്റായെന്ന് തോന്നുന്നു. പെട്ടെന്ന് പിന്നെ കൊച്ച് ഞാൻ നോക്കുമ്പോൾ ശ്വാസം മുട്ട് കണക്കൊക്കെ വയ്യായി. പിന്നെ ഫുഡൊക്കെ ഒക്കെ അങ്ങ് അതാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒത്തിരി നല്ല ഇതായിട്ടൊക്കെ നിന്നതാണ്. പിന്നെ എന്തോ പെട്ടെന്നൊരു ദിവസം ഒന്നും പറഞ്ഞില്ല. രാവിലെയൊക്കെ നല്ല ഉഷാറായിട്ട് നിന്ന് തനിയെ ഊട്ടി കയറി എല്ലാമൊക്കെ ചെയ്തിട്ടാണ്. പക്ഷേ ഒരു 10-11 മണിയായപ്പോൾ ഇവൻ്റെ അനക്കമൊന്നും കേൾക്കാനില്ലല്ലോ. അല്ലെങ്കിൽ കൂട്ടി കിടന്ന് റോഡിൽ ആരെങ്കിലും പോയാലോ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ബോളം വെക്കലാണ്. ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കൊച്ച് നമ്മളെ വീട്ടൊക്കെ പോയി. ഒരനക്കമില്ല, ഒന്നുമില്ല. അതൊന്ന് പിന്നെ കരകയറാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഒരു 2-3 മാസത്തോളം ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറാനേ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ജൂലിക്കുട്ടി വന്നത്. ജൂലിക്കുട്ടി വന്നപ്പം ജാക്കുക്കുട്ടനൊരു കൂട്ടായി. പിന്നെ എന്നാലും നമുക്ക് നമ്മുടെ റോട്ട് ജിമ്മുക്കുട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടാണ് പിന്നെ നമ്മൾ തിരഞ്ഞ് നടന്ന് സോയപ്പെണ്ണിനെ കിട്ടിയത്. സോയനെ എടുത്തപ്പം നമുക്ക് റോട്ടെന്ന് പറഞ്ഞാൽ വെറും പാവമാണ്, നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു ധാരണയിലായിരുന്നു. പക്ഷെ അവൾക്ക് റോട്ടിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, നമ്മുടെ അടുത്തൊക്കെ നല്ല കാര്യവും സ്നേഹമൊക്കെയാണ്. പക്ഷേ പുറത്തുനിന്ന് വല്ല അനക്കോ ശബ്ദമോ കേട്ടാൽ അവൾ ഞങ്ങളടുത്താണ് നിൽക്കണമെങ്കിൽ ആദ്യം ഞങ്ങളെ തന്നെ ഉപദ്രവിക്കാൻ നിൽക്കും. എന്നിട്ടാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് തിരക്കാൻ പോകുന്നത്. അതാണ് ഉള്ള ഒരു സ്വഭാവം. പിന്നെ അവൾക്ക് ഇഷ്ടമല്ലാത്ത കണക്ക് അവളെ തലയിൽ, പിന്നെ അവളെ കാലിൽ, കയ്യിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെയൊന്നും നമുക്ക് സ്പർശിക്കാനോ തൊടാനോ ഒന്നും പറ്റില്ല. തലയെന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കുളിപ്പിക്കുന്ന സമയത്ത് തലയിൽ വെള്ളം ഒഴിക്കാനോ തലയിൽ തൊടാനോ അവൾ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ അവൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ സ്പർശിക്കുക തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ വയലൻ്റ് ആവും. ആദ്യം ഒരു മുന്നറിയിപ്പ് തരും, ഒന്നും മുറിവും. അത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോകണം അവളുടെ സ്വഭാവം മാറ്റിയെന്ന്. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് അങ്ങ് നിൽക്കും. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല.